ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു ബിടെക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രെയിനിങ്ങിന് പോയത്. അവിടെ ഞങ്ങൾ അങ്ങോട്ട് പേയ്മെന്റ് കൊടുത്തു. മന്ത്ലി 500 ആയിരുന്നു തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷേ മെഡിക്കൽ കോളേജിലാകുമ്പോൾ ഇഷ്ടംപോലെ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഐസിയുലും എല്ലാവരും കയറി നമുക്ക് എല്ലാം പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് അവിടെ പല കോഴ്സും ഉണ്ടായിരുന്നു. ഈ MIT ആയാലും നഴ്സിംഗ് ആയാലും അവർക്കൊക്കെ സ്റ്റൈപ്പൻഡ് കിട്ടിക്കൊണ്ടായിരുന്നു അവരൊക്കെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ബയോമെഡിക്കൽകാർ മാത്രമാണ് എൻ്റെ അറിവിൽ പൈസ കൊടുത്തിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആവശ്യത്തെ തുടർന്ന് മാർക്ക് ഉണ്ടായിരുന്നിട്ട് പോലും റെക്കമെൻഡേഷൻ ത്രൂ ആണ് എനിക്ക് അവിടെ കിട്ടിയത്. സ്റ്റൈപ്പൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ സ്റ്റാഫ് ഹാൻഡിൽ ചെയ്ത റെസ്പോൺസിബിലിറ്റീസും സ്റ്റാഫില്ലാത്ത സമയത്തുള്ള സ്ട്രെസ്സും ഒക്കെ ഞാനും ടേക്കപ്പ് ചെയ്യേണ്ടിയൊക്കെ വന്നു. പിന്നീട് ഞാൻ ഹയർ സ്റ്റഡീസിന് പോയി. അതിനുശേഷം ഒരു കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനിടയായി. അന്നേരവും ഞാൻ ഫേസ് ചെയ്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ലോട്ട്സ് ഓഫ് എനർജി ആൻഡ് ടൈം നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ബട്ട് അവർ ചിന്തിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷറാണ്, അതുകൊണ്ട് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ കമ്പനിയാണ് ലൈക്ക് അവർക്ക് എല്ലാം ഓഫർ ചെയ്യുന്ന എക്സ്പീരിയൻസ് കൊടുക്കുന്നതെല്ലാം. സോ ഇറ്റ്സ് ദെയർ ചാൻസ്, ദെയർ ഓപ്പർച്യൂണിറ്റി. സോ ഞാനൊരു വ്യക്തി പോയാലും അവിടെ വരാൻ മറ്റൊരാളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റെമ്യൂണറേഷൻ ഇല്ല, സ്റ്റൈപ്പൻഡ് ഇല്ല, ഒന്നുമില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് ഇനിയെങ്കിലും മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബയോമെഡിക്കൽ ഫ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മേജർ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, കോഴ്സ് കഴിഞ്ഞ് ബയോമെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ്. ജോബ് വാക്കൻസീസിന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസും എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഗ്രാജുവേറ്റ്സും ഒരു ജോബ് കിട്ടാൻ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ്. പല ഹോസ്പിറ്റൽസിലും ഇത് ഒട്ടും സ്റ്റാൻഡർഡൈസ്ഡ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ഹോസ്പിറ്റൽസിൽ ഫ്രീ ആയിട്ട് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട്, ചില ഹോസ്പിറ്റൽസിൽ സ്റ്റൈപ്പൻഡ് കിട്ടുന്നവരുണ്ട്, കുറേ ഹോസ്പിറ്റൽസിൽ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട ഗതികേടും പല ഫ്രഷേഴ്സിനും ഉണ്ട്. റീസെൻ്റ്ലി കണ്ടുവരുന്ന ഒന്നാണ് നോ ട്രെയിനിങ് ഫീ നോ സ്റ്റൈപ്പൻഡ്. മോസ്റ്റ്ലി ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അവർ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് അഡ്വർടൈസ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണിത്. ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് ഞാൻ പറയാം. മന്ത്ലി അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ട്രെയിനിങ് ചെയ്യുന്ന ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ്. റെലവൻ്റ് ആയിട്ട് ഒരു കാര്യവും പഠിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഈ ഹോസ്പിറ്റലിലെ മെഷീൻ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടായിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അർജൻ്റ്ലി റിക്വയർഡ് ബയോമെഡിക്കൽ ട്രെയിനീസ്. ഇതുപോലെയും കുറേ അഡ്വർടൈസ്മെൻറ്റ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് ട്രെയിനീസ് ആർ വർക്കിംഗ് ഹാർഡർ ദാൻ ദ പെയ്ഡ് സ്റ്റാഫ്സ് നവഡേയ്സ്. ട്രെയിനീസ് ഇല്ലെങ്കിൽ പല ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സും പൈസ കൊടുത്ത് കൂടുതൽ സ്റ്റാഫിനെ വെക്കേണ്ടി വരുമെന്ന് തോന്നിയെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. നിങ്ങളൊരു ഫ്രഷറാണ്, നിങ്ങൾക്ക് ജോബൊന്നും കിട്ടിയിട്ടില്ല, ടൈം വേസ്റ്റ് ചെയ്യാതെ ഫ്രൂട്ട്ഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എമൗണ്ടും എക്സ്പെക്ട് ചെയ്യാതെ ട്രെയിനിങ് ചെയ്തോ, ഫോർ ലേണിംഗ് പർപ്പസ്, നോ പ്രോബ്ലം. പക്ഷേ ഇതുപോലത്തെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അവരുടെ വർക്ക് ലോഡ് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നതിനോട് തീർത്തും വിയോജിപ്പാണ്. ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ എത്രമാത്രം കോസ്റ്റ്ലി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ട്രെയിനിങ്ങിനും നമുക്ക് എക്സ്പെൻസ് ഉണ്ട്. ട്രാവലിംഗ്, ഫുഡ്, അക്കോമഡേഷൻ ഇതെല്ലാം എക്സ്പെൻസാണ്. ഏണിങ്സ് ഇല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം, അല്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ ഫ്രഷേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്നത് വളരെ തരം താഴ്ന്ന പരിപാടിയാണെന്ന് പറയാതെ വയ്യ. ഇതിൽ ആരാണ് ഡിസിഷൻ മേക്കേഴ്സ്? ആരാണ് ഇങ്ങനെ മിസ്യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് us, വി ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്, നോബഡി എൽസ്. ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ കമ്പനീസിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഇതേ പ്രൊഫഷനിലുള്ളവർ തന്നെയാണ്. സോ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മുടെ ഫീൽഡിൻ്റെ വാല്യൂ വേറെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത്രയും പറഞ്ഞത് നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. പുറത്തുള്ള കൺട്രീസിൽ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. നമുക്കിവിടെ ജർമ്മനിയിൽ കമ്പൽസറി ഇന്റേൺഷിപ്സ് ഉണ്ട്, അല്ലാത്ത ഇന്റേൺഷിപ്സ് ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ മൊഡ്യൂളിനകത്ത് കമ്പൽസറി ഇന്റേൺഷിപ്പ്, തീസിസ് പോലെ തന്നെ ഇന്റേൺഷിപ്പ് വേണമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യാൻ, എന്നിട്ട് നമുക്ക് ഏതാണോ കമ്പനിയിൽ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നത് അവിടെ പോവുക. പിന്നെ ഉള്ളത് വോളണ്ടറി ഇന്റേൺഷിപ്പ്. ഇപ്പോൾ എനിക്ക് ഇന്റേൺഷിപ്പ് കമ്പൽസറി അല്ലായിരുന്നു, പക്ഷേ നമുക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് കമ്പനിയിൽ ചെയ്യാം. പിന്നെ ഇതിന്റെ പേയ്മെന്റ് വരുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുമ്പോൾ 850 euros തൊട്ട് നമുക്ക് 1600 euros വരെ നമുക്ക് ഇന്റേൺഷിപ്പിന് കിട്ടാം. അത് ഡിപ്പെൻസ് ഓൺ ദ കമ്പനി. പിന്നെ നമ്മുടെ ടാസ്ക് എന്തൊക്കെയാണ്, എത്രയാണ് വർക്കിംഗ് അവേഴ്സ്, ഇതിനൊക്കെ ബേസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കൂടി കുറഞ്ഞിരിക്കാം. പക്ഷേ നമുക്ക് ഇതിനും താഴെ, അതായത് 300 euros തൊട്ട് ചിലപ്പോൾ 450 euros അതിനെല്ലാം ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ജർമ്മനിയിൽ പേയ്മെന്റ് ഇല്ലാതെ ഇന്റേൺഷിപ്പ് ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു പേയ്മെന്റ്, 300 euros എങ്കിലും കിട്ടാനുള്ള സാഹചര്യമാണ് ഉള്ളത്. പിന്നെ അത് ഡിപ്പെൻസ് ഓൺ ദ കമ്പനി. ഇപ്പോൾ ഭയങ്കര വലിയ കമ്പനിയാണ്, നല്ല കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ പേയ്മെന്റ് കുറച്ച് കൂടുതലായിരിക്കും. അല്ലാതെ കുഞ്ഞു കമ്പനീസ് ആണ്, സ്റ്റാർട്ടപ്സിലേക്കാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഇന്റേൺഷിപ്പിന് പേയ്മെന്റ് കുറവായിരിക്കും. പിന്നെ നമുക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമുക്ക് ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യാം. അവിടെ സ്റ്റാൻഡേർഡ് പേയ്മെന്റ് 850 euros ആയിരിക്കും, അല്ലെങ്കിൽ 1200 euros അങ്ങനെ. അത് ഡിപ്പെൻസ് ഓൺ ദ വർക്കിംഗ് അവേഴ്സ്. I will be doing a second part for this video. നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ സജഷൻസും കമൻറ്റ് ചെയ്യുക. I will try to include as much possible. Thank you for watching the video. Let's work together for a better tomorrow. Bye.